ഞാനാണെങ്കിൽ ഉച്ചയ്ക്ക് ടി വി കണ്ടുകൊണ്ടിരുന്നപ്പോൾ പുറകുവശത്ത് തട്ടും മുട്ടൊക്കെ കേട്ടിട്ട് ഞാൻ വന്ന് നോക്കിയാണ്. അപ്പോൾ അപ്പൂപ്പനാണെങ്കിൽ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനാണെങ്കിൽ ഇവിടെ തട്ടത്തിൻ മറയത്തൊക്കെ കണ്ട് ബ്ലഷ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്ക് അപ്പൂപ്പൻ ഒരു ഏണി എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. കാരണം ഇത്തവണ നമ്മളിവിടെ വയണയെല്ലാം ഉണ്ടായതൊക്കെ നല്ല മുകളിലോട്ടായി പോയി കേട്ടോ. അപ്പോൾ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇത് ഞങ്ങളുടെ അമ്മയുടെ മാമൻ കുറച്ചെല്ലാം കൊണ്ട് തന്നതാണ്. നമുക്കത് പറിക്കാനേ പറ്റിയില്ല. ഏണിയൊക്കെ അപ്പൂപ്പൻ എടുത്തുകൊണ്ട് പോയിട്ട് കിട്ടിയൊന്നുമില്ല. പിന്നെ ഞാൻ ഈ ചിരിക്കണോ കരയണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണ എന്തിനാന്ന് വെച്ചാൽ ഞാൻ ഓൺലൈനിൽ നിന്ന് ഒരു ബ്ലൗസ് ഓർഡർ ചെയ്തിട്ട് അത് വന്നില്ല. മാത്രമല്ല ഇന്ന് എനിക്ക് രാവിലെ എഴുതിച്ചപ്പോൾ അമ്മ ഇരുന്ന് നല്ല വയർ നിറച്ച് കിട്ടി. അമ്മ എന്നോട് പറഞ്ഞ് റേഷൻ കടയിൽ പോയി റേഷൻ മേടിക്കണം, എന്നിട്ട് ആ പച്ചരി വെള്ളത്തിൽ ഇടണം, എന്നിട്ട് വേണം അത് കുതിർത്തിട്ട് ബില്ലിൽ കൊണ്ടുപോയി പൊടിക്കാം, എന്നിട്ട് അത് വേണം നാളെ തിരളിക്കുകയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വറുക്കണമെന്നൊക്കെ പറഞ്ഞു. ഞാനാണെങ്കിൽ റേഷൻ കടയിൽ പോയില്ല. അങ്ങനെ എനിക്ക് കുറേ കിട്ടിയാൻ വരുന്നു. പിന്നെ ഞാൻ ഒരുവിധം പറഞ്ഞൊക്കെ സോൾവ് ആക്കി. അമ്മയാണെങ്കിൽ കടയിൽ പോയി പച്ചരിയൊക്കെ മേടിച്ചല്ലാതെ. അങ്ങനെ ഞാൻ പിന്നെ ഇപ്പം വണ്ടി എടുത്തുകൊണ്ട് നമ്മൾ നേരെ മില്ലിലാണ് വന്നത്. എന്നെ ഇടയ്ക്ക് ആരോ ഞാൻ ഇങ്ങനെ ഓരോരുത്തരെയും കൊണ്ട് അവിടെ ആക്കി ഇവിടെ ആക്കി എന്നൊക്കെ പറയുമ്പോൾ എന്നോട് ചോദിക്കും നീ എന്താ പാസഞ്ചർ ബസ്സാണ്. അതുപോലെയാണ് ഞാൻ വണ്ടി എടുത്തതിന് ശേഷം ഇങ്ങനെ എനിക്ക് ഇടയ്ക്കിടെ ഓട്ടം കിട്ടും, ഞാൻ പോകും, അങ്ങനെ ഇങ്ങനെയൊക്കെ. പിന്നെ അവിടെ നിന്ന് ഞാൻ നോക്കിയപ്പോൾ ചിരിക്കണൊക്കെ ഉണ്ട്. അപ്പോൾ പ്രോബ്ലം സോൾവ് ആയെന്ന് എനിക്ക് മനസ്സിലായി. എന്നിട്ട് എൻ്റെ തുറന്ന് കഴിച്ച് പോകും ചെയ്യുന്നു. എന്നിട്ട് ഇതാ വീണ്ടും മുഖം കയറ്റി വെച്ചുകൊണ്ട് പറഞ്ഞു ഇതെന്തൊരു പാട്. എന്നിട്ട് ഞാൻ വീടെത്തിയപ്പോഴത്തേക്ക് അപ്പൂപ്പനാണെങ്കിൽ നേരത്തെ എടുത്തു വെച്ച കുറച്ച് ഇലയൊക്കെ നല്ലത് നോക്കി എടുത്തു വെച്ചതൊക്കെ തുടച്ച് വൃത്തിയായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അമ്മയാണെങ്കിൽ വീട്ടിൽ വന്ന് കയറിയതിന് മുന്നേ തന്നെ അരിയും വറുത്ത് കഴിഞ്ഞ് ഇപ്പോൾ ദാ പയർ വറുക്കാൻ പോവുകയാണ്, മണ്ടപ്പുച്ച ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഞാൻ കുറച്ച് നേരം അവിടേക്ക് നിന്ന് കറങ്ങി. പക്ഷേ ചുമ്മാ നടക്കണ കണ്ടിട്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എല്ലാവരും കൂടി എന്നെ ബ്ലൗസിൻ്റെ കാര്യം പറഞ്ഞ് കളിയാക്കിയായിരുന്നു. കാരണം ആ ബ്ലൗസ് ഓർഡർ ചെയ്തിട്ട് ഇന്ന് വരേണ്ടായിരുന്നു. പക്ഷേ ശരിക്കും പറയാൻ എന്തോ അവരുടെ പ്രോബ്ലം കൊണ്ടാണെന്ന് പറഞ്ഞ് സോറി എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് വന്നു. അപ്പൂപ്പനാണെങ്കിൽ ഇവിടെ ചൂട്ടൊക്കെ കിട്ടി. അതൊക്കെ നോക്കി നിന്നിട്ട് ഞാനിപ്പോൾ ആറ്റുകാൽ പൊങ്കാലയുടെ ബാക്ക് സ്റ്റോറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു നർത്തകി വരുമ്പം ആ നർത്തകിയുടെ ഭംഗി കണ്ട് ഭംഗി ഇവനാണെങ്കിൽ ദേവിയെ കളഞ്ഞിട്ട് നർത്തകീൻ്റെ കൂടെ പോകും. 3 വര ഇങ്ങനെ വരച്ചിട്ട് അവിടെ ക്ഷേത്രം പണിയാൻ പറയും. എന്നിട്ട് അങ്ങനെ അവിടെയാണ് ആറ്റുകാൽ ക്ഷേത്രം ഉണ്ടായത്. അങ്ങനെ കഥയൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് CDM വരെ പോകണമായിരുന്നു. അങ്ങനെ CDMൽ പോയി തിരിച്ചു വന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ മാമ അതിനകത്ത് വലിഞ്ഞ് കയറി. ഞാൻ പറഞ്ഞില്ല ഭയങ്കര പൊക്കത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോഴത്തേക്കും മാമി ഈ ഒരു ഷേക്ക് കൊണ്ടുവന്നു. പിന്നെ ഞാൻ അതും കുടിച്ചിട്ട് അവിടെ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും നേരെ ഇരട്ടേട്ടാ. ഞാൻ വെറുതെ ഒരു കോള് വന്ന് ഇങ്ങനെ ടെറസിൽ കയറിയതാണ്. നോക്കിയപ്പോൾ നല്ല മൂണായിരുന്നേ. നാളെ പൗർണമിയാണ്, ഇന്ന് പൗർണമി അല്ലായിരുന്നു. അപ്പോഴത്തേക്കും എന്താ അമ്മ എല്ലാമൊക്കെ ഏകദേശം റെഡിയാക്കി. അമ്മൂമ്മയാണെങ്കിൽ ഇവിടെ ശർക്കര ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കതല്ല വിഷയം, നാളെ ഇടാൻ ബ്ലൗസ് ഇല്ല. അപ്പം ഞാൻ പോയിട്ട് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു പഴയ ബ്ലൗസ് എടുത്ത് അതുമായിട്ട് മാച്ച് ചെയ്യണമെന്നൊക്കെ നോക്കിയിട്ട് അതിന് മാച്ച് വളയൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ച്. അപ്പോഴത്തേക്കും എൻ്റെ ഇയറിംഗ് കളക്ഷനിൽ നിന്ന് എനിക്ക് ഈ ഒരു സ്റ്റഡ് കിട്ടി. ഇതിപ്പോൾ ഞാൻ ഇടാറേ ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇതെൻ്റെ കസിന് കൊടുക്കാം. അവൾ ഈയിടെയായിട്ട് ഇങ്ങനെ സ്റ്റഡ് മാറി മാറി ഇടുന്ന ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. വലിയ കാര്യത്തിൽ അമ്മയ്ക്ക് അലാറമൊക്കെ വെച്ച് കൊടുത്തെങ്കിലും ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അമ്മ ഇച്ചിരി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഉറങ്ങാതെ നേരം വെളുപ്പിച്ച്. അപ്പോൾ എനിവേസ് അത്രയുള്ള വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.